നമസ്കാരം. ഇന്ത്യക്കെതിരെ പാകിസ്ഥാന്റെ കളികളും അമേരിക്കയുടെ തീരഭീഷണിയും ഒക്കെ നിലനിൽക്കുമ്പോഴും ഇത്തരം കാര്യങ്ങളിൽ പകച്ചും പേടിച്ചും നിൽക്കാൻ ഇന്ത്യയെ കിട്ടില്ല. വികസന കുതിപ്പ് നടത്തുന്ന രാജ്യത്തിന് അതിൽ കവിഞ്ഞ് മറ്റൊന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നേരമില്ല എന്നാണ് മോദിയുടെ പക്ഷം. ഇനി വരുന്നത് എന്ത് പ്രത്യാഘാതമാണെങ്കിലും നേരിടാനും പ്രതിരോധിക്കാനും ഇന്ത്യക്ക് യാതൊരു പേടിയുമില്ല. അതിനുള്ള ആയുധബലം ഇപ്പോൾ ഇന്ത്യക്കുണ്ട്. പോരാത്തതിന് റഷ്യ ഇന്ത്യക്ക് വലിയ പിന്തുണയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ രാജ്യസുരക്ഷയെ മുൻനിർത്തിയുള്ള കാര്യങ്ങൾക്ക് അതീവ ശ്രദ്ധയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ മുന്നോടിയായി നാവിക ശക്തി വികസിപ്പിക്കാൻ പുതിയ അത്യാധുനിക ഭീമൻ യുദ്ധക്കപ്പൽ നിർമ്മിക്കാൻ ഇന്ത്യ തയ്യാറെടുക്കുകയാണ്. തദ്ദേശീയമായി ഇതിനോടകം തന്നെ ധാരാളം യുദ്ധോപകരണങ്ങൾ ഇന്ത്യ വികസിപ്പിക്കുകയും അതൊക്കെ വലിയ വിജയമായി തീരുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് കൂടുതൽ പരീക്ഷണങ്ങളും കൂടുതൽ വികസന പ്രവർത്തനങ്ങളും നടത്തുന്നത്. പ്രോജക്ട് 18 എന്ന പേരിൽ നിർമ്മിക്കുന്ന കപ്പലിന് 13,000 ടൺ കേവുഭാരം ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. ഇന്ത്യയുടെ പക്കലുള്ള വിശാഖപട്ടണം ക്ലാസ്സിൽ വരുന്ന യുദ്ധക്കപ്പലുകളാണ് നിലവിൽ വലിപ്പത്തിൽ ഒന്നാമത്. 7,400 ടൺ കേവുഭാരമാണ് ഇവയ്ക്കുള്ളത്. ഇവയെ മറികടക്കുന്നവയാണ് പ്രോജക്ട് 18 ഭാഗമായി നിർമ്മിക്കാൻ പോകുന്നത്. 10,000 ടണ്ണിന് മുകളിൽ ഭാരമുള്ള യുദ്ധക്കപ്പലുകൾ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ അനുസരിച്ച് ക്രൂസർ വിഭാഗത്തിൽ വരും. ഇന്ത്യക്ക് നിലവിൽ ഈ വിഭാഗത്തിൽ വരുന്ന യുദ്ധക്കപ്പലുകളില്ല. പ്രോജക്ട് 18 പൂർത്തിയാകുന്നതോടെ ഇന്ത്യയും ഈ ഗണത്തിലുള്ള യുദ്ധക്കപ്പലുകൾ സ്വന്തമായുള്ള രാജ്യങ്ങളുടെ ശ്രേണിയിലേക്ക് 6 മുതൽ 10 വരെ യുദ്ധക്കപ്പലുകൾ നിർമ്മിച്ചേക്കുമെന്നാണ് കരുതുന്നത്. ഇന്ത്യൻ നാവികസേനയുടെ നെക്സ്റ്റ് ജനറേഷൻ ഡിസ്ട്രോയർ എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് പ്രോജക്ട് 18 വിഭാവനം ചെയ്തിരിക്കുന്നത്. യുദ്ധക്കപ്പലിന്റെ രൂപരേഖ വാർഷിപ്പ് ഡിസൈൻ ബ്യൂറോ പൂർത്തിയാക്കിയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. കപ്പൽ നിർമ്മാണത്തിൽ 7 മുതൽ 8 വർഷം വരെ വേണ്ടിവരുമെന്നാണ് കണക്കാക്കുന്നത്. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ നാവികസേനയുടെ മേധാവിത്വം ഉറപ്പിക്കാൻ ഉതകുന്ന യുദ്ധക്കപ്പലുകളാണ് വരാൻ പോകുന്നത്. കുത്തനെ മിസൈലുകൾ വിക്ഷേപിക്കാൻ സഹായിക്കുന്ന 114 വെർട്ടിക്കൽ ലോഞ്ച് സംവിധാനങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ കപ്പലിൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച മിസൈലുകളാവും ഉപയോഗിക്കുക. ബ്രഹ്മോസ് നെക്സ്റ്റ് ജനറേഷൻ ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈൽ, പ്രിസിഷൻ ഗൈഡഡ് ലോങ് റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ, ഷോർട്ട് റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ, സൂപ്പർസോണിക് മിസൈൽ അസിസ്റ്റഡ് റിലീസ് ടോർപീഡോ എന്നീ ആയുധങ്ങളാവും ഉപയോഗിക്കുക. ഭാവിയിൽ ഇന്ത്യ വികസിപ്പിക്കുന്ന ഹൈപ്പർസോണിക് ബ്രഹ്മോസ് മിസൈലും കപ്പലിൽ സ്ഥാനം പിടിക്കും. ഇതിനു പുറമെ 2 മൾട്ടി റോൾ ഹെലികോപ്റ്ററുകളെയും വഹിക്കാനാകും. ആളില്ല അന്തർവാഹിനികൾ, കാമികാസെ ഡ്രോണുകൾ എന്നിവയെയും ഇതിന് വഹിക്കാനാകും. നിരീക്ഷണത്തിനും ശത്രുക്കളുടെ അന്തർവാഹിനികളെ ആക്രമിക്കുന്നതിനും മൈനുകൾ കണ്ടെത്തുന്നതിനുമാണ് ഈ ആയുധങ്ങൾ. DRDO വികസിപ്പിച്ച ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാൻഡ് അരേ റഡാർ, ലോങ് റേഞ്ച് മൾട്ടി ഫംഗ്ഷൻ റഡാർ, എസ് ബാൻഡ് ആക്റ്റീവ് അരേ ആന്റിന യൂണിറ്റ്, വോളിയം സ്കാൻ റഡാർ എന്നിവയാണ് നിരീക്ഷണത്തിനും എതിരെ വരുന്ന മിസൈലുകളുടെയും യുദ്ധവിമാനങ്ങളെയും ഡ്രോണുകളെയും അന്തർവാഹിനികളെയും ഒക്കെ കണ്ടെത്തുന്നതിനുമായി ഉപയോഗിക്കുക. 360 ഡിഗ്രി നിരീക്ഷണമാണ് ഈ റഡാറുകൾ ഉറപ്പുവരുത്തുക. 500 കിലോമീറ്റർ അകലെ നിന്നുള്ള ആക്രമണങ്ങളെ പോലും കണ്ടെത്താൻ റഡാറുകൾക്ക് സാധിക്കും. ശത്രുക്കളുടെ റഡാർ നിരീക്ഷണങ്ങളെ മറികടക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ള സ്റ്റെൽത്ത് രൂപകൽപ്പനയാണ് പ്രോജക്ട് 18 യുദ്ധക്കപ്പലുകൾക്കുള്ളത്. ഇവയ്ക്ക് റഡാർ തരംഗങ്ങളെ ആഗിരണം ചെയ്യാനും സാധിക്കും. അതിനാൽ ശത്രുക്കൾക്ക് കപ്പലിനെ ദൂരെ നിന്ന് തിരിച്ചറിയുന്നത് പ്രയാസമേറിയ പ്രയത്നമായി മാറും. അത്യാധുനിക ഇലക്ട്രിക് പ്രൊപ്പൽഷൻ സംവിധാനത്തിലാകും കപ്പൽ മുന്നോട്ട് കുതിക്കുക. ഇതിനായുള്ള ഗ്യാസ് ടർബൈനും ഡീസൽ ജനറേറ്ററും കപ്പലിലുണ്ടാകും. യുദ്ധക്കപ്പലിന്റെ 75% തദ്ദേശീയമായി വികസിപ്പിച്ചവയായിരിക്കും. ഇത്തരത്തിൽ ഇന്ത്യ കൈവരിക്കുന്ന ആയുധശേഷി മാത്രം മതിയാകും പേടിച്ചു വിരണ്ട് ട്രംപിനും താരിഫിനും ഒക്കെ ഓടി രക്ഷപ്പെടാൻ. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വിളിച്ചത് ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച